ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാജിക് ടീസിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ മാജിക് ടീ എന്താണ്, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ എസ് മെട്രിക്സും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൊഡ്യൂൾ 5 ഓഫ് മൈക്രോവേവ് ആൻഡ് ആൻറ്റിനയുടെ കണ്ടിന്യൂഷൻ ആണ്, പാർട്ട് 2. ഓക്കെ, സോ മാജിക് ടീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി എ മാജിക് ടീ. ഓക്കെ, ഒരു മാജിക് ടീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബോത്ത് ഇ പ്ലെയിനും എച്ച് പ്ലെയിനും ഉണ്ടാവും. റൈറ്റ്, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഇ പ്ലെയിൻ. റൈറ്റ്, ഈ മേളിലുള്ള ഭാഗം. ആൻഡ് ദിസ് ഈസ് അവർ എച്ച് പ്ലെയിൻ. അപ്പോൾ ഇ പ്ലെയിനും എച്ച് പ്ലെയിനും ഒറ്റ ഒരു ജംഗ്ഷനിൽ വരുന്നത്, ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, മാജിക് ടീ എന്ന് പറയുക. എ ജംഗ്ഷൻ ഹാവിങ് ഇ പ്ലെയിൻ ആൻഡ് എച്ച് പ്ലെയിൻ ഇസ് നോൺ ആസ് മാജിക് ടീ. ആൻഡ് ഇതൊരു ഹൈബ്രിഡ് ജംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷനിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, so it is an EH junction which is formed by attaching two simple waveguides, one in parallel and other in series. Okay, the series ആണ്. Okay, so one in parallel and other in series to a rectangular waveguide which already has two ports. Okay, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, ഇതിൽ ഒരു ഇ പ്ലെയിൻ ഉണ്ട്, ഒരു എച്ച് പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് വി ഹാവ്, നമുക്ക് രണ്ട് പോർട്ട് ഉണ്ട് വിച്ച് ആർ അറ്റ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ റെക്ടാങ്കുലർ വേവ് ഗൈഡ്. അപ്പോൾ ഒരു റെക്ടാങ്കുലർ വേവ് ഗൈഡിൽ നമ്മൾ ഒരു ഇ എച്ച് ജംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. ഇൻ ദാറ്റ് ഇ എച്ച് ജംഗ്ഷൻ വൺ ഈസ് ഇൻ പാരലൽ ആൻഡ് അതർ വൺ ഈസ് ഇൻ സീരീസ്. ഓക്കെ, ഒന്ന് പാരലലും ഒന്ന് സീരീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് മാജിക് ടീ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്, ഒരു റെക്ടാങ്കുലർ വേവ് ഗൈഡ് ഉണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു എന്താ പറയുക, ഇ പ്ലെയിൻ ടീയും നമ്മൾ ആഡ് ചെയ്തു, അതിൻ്റെ ഒപ്പം ഒരു എച്ച് പ്ലെയിൻ ടീയും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ഇ എച്ച് ജംഗ്ഷനെയാണ് നമ്മൾ എന്താ പറയുക, മാജിക് ടീ എന്ന് പറയാം. ഓക്കെ, സോ ദിസ് പർട്ടിക്കുലർ തിങ് ഈസ് നോൺ ആസ് മാജിക് ടീ. ഇതിൻ്റെ അതർ നെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ടീ എന്ന് പറയും, ഹൈബ്രിഡ് ആൻഡ് 3D കപ്ലർ എന്ന് നമ്മളിതിനെ പറയും. ഓക്കെ, ഇനി ഇതിൽ എത്ര പോർട്ട്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടോട്ടലി 4 പോർട്ട് ഉണ്ട്. പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 ആൻഡ് പോർട്ട് 4. ഓക്കെ, ഇവിടെ പോർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോർട്ട് 1ഉം 2ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംസ് ഓഫ് റെക്ടാങ്കുലർ വേവ് ഗൈഡ്. ഓക്കെ, റെക്ടാങ്കുലർ വേവ് ഗൈഡിൻ്റെ 2 പോർട്ട്സ് ആണ് നമ്മുടെ പോർട്ട് 1ഉം പോർട്ട് 2ഉം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് പോർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ആമാണ്, നമ്മുടെ എച്ച് ആമാണ് പോർട്ട് 3. ഓക്കെ, ആൻഡ് അതിനെ നമ്മൾ സം പോർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സം പോർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അത് നമ്മുടെ പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തത്. സോറി, നേരത്തെ ഞാൻ സീരീസ് നടന്നു പറഞ്ഞ്, ഇത് പാരലലിയും ഇത് സീരീസും ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തേക്കണത്. ഓക്കെ, ഇനി പോർട്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആമാണ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എ ഡിഫറൻസ് പോർട്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ യു ആർ കോൺഫിഡൻറ്റ് വിത്ത് മാജിക് ടീ. ഓക്കെ, അപ്പോൾ മാജിക് ടീയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, മാജിക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ഹാവിങ് ബോത്ത് ഇ ആൻഡ് എച്ച് പ്ലെയിൻ ടീ. ഓക്കെ, ഇവിടെ ടീ എന്നും കൂടി ഇടുക. Okay, and it is a hybrid junction. Okay, other ortho, it is also a hybrid junction. So it is a EH junction which is formed by attaching two simple waveguides. Okay, two simple waveguides there. ഇതാണ് എൻ്റെ ഫസ്റ്റ് വേവ് ഗൈഡ്, ഇതാണ് എൻ്റെ സെക്കൻഡ് വേവ് ഗൈഡ്. ഓക്കെ, two simple waveguides. Okay, and in which one in parallel and other one in series. Okay, എന്തുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യണത്, എന്തുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യണത്, നമ്മുടെ റെക്ടാങ്കുലർ വേവ് ഗൈഡ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാരലലും സീരീസും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സിമ്പിൾ വേവ് ഗൈഡിനെ നമ്മൾ റെക്ടാങ്കുലർ വേവ് ഗൈഡായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതിൽ നമുക്ക് റെക്ടാങ്കുലർ വേവ് ഗൈഡിന് 2 പോർട്ട്സ് ഉണ്ട് ആൻഡ് നമുക്ക് മൊത്തത്തിൽ 4 പോർട്ട് ഉണ്ട്. ഓക്കെ, റെക്ടാങ്കുലർ വേവ് ഗൈഡിന് 2 പോർട്ട്സ് ഉണ്ട് ആൻഡ് ഈ ആമിന് നമുക്ക് പോർട്ട് 4ഉം കൊടുക്കാം ആൻഡ് എച്ച് ആമിന് നമുക്ക് പോർട്ട് 3ഉം കൊടുക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും നിങ്ങളുടെ അടുത്ത് മാജിക് ടീനെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒറ്റൊരു സ്ലൈഡ് മാത്രം എഴുതിയിട്ട് പിന്നെ ഈ പടം വരച്ചിട്ട് നിർത്തരുത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. യു ഹാവ് ടു മെൻഷൻ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ സംഭവമാണ്, ഇഫ് എ സിഗ്നൽ ഓഫ് ഈക്വൽ ഫേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെൻഡ് ടു പോർട്ട് 1 and 2, then the output at port 4 is 0 and the output at port 3 will be additive of both. എന്താ നമുക്ക് ഫിഗറിലൂടെ മനസ്സിലാക്കാം. ഇപ്പം ഞാൻ ഒരു സിഗ്നൽ കൊടുത്തു. ഓക്കെ, ഞാൻ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ പോർട്ട് 1 ഒരു സിഗ്നൽ കൊടുത്തു
പോർട്ട് 2-ൽ കൂടെ ഒരു സിഗ്നൽ കൊടുത്തു. ഈ രണ്ട് സിഗ്നലും സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഫേസിൻ്റെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സിഗ്നൽ കൊടുത്ത് ക്ലിയർ ആണല്ലോ? പോർട്ട് 1ഉം പോർട്ട് 2-ലേക്ക് ഞാൻ എന്ത് കൊടുത്തു? സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഫേസിലുള്ള ഞാൻ സിഗ്നൽ കൊടുത്തു. റൈറ്റ്? നമ്മൾ നേരത്തെ എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ ഈ ആർം എന്ന് പറഞ്ഞ ഒരു ആർം ഉണ്ടല്ലോ, ഈ ആം, അതെന്താണ്? ഡിഫറൻസ് പോർട്ടാണ്. ഓക്കെ, ആൻഡ് എച്ച് ആം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സം പോർട്ടാണ്. അപ്പോൾ ഞാൻ സെയിം ഫേസും സെയിം മാഗ്നിറ്റ്യൂഡും ഉള്ള സിഗ്നൽസിനെ രണ്ട് പോർട്ടിൽ കൂടെ ഞാൻ കൊടുക്കുവാണ്. റൈറ്റ്? രണ്ട് പോർട്ടിൽ കൂടെ ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ അവരെന്തായാലും ഈ ജംഗ്ഷനിൽ വന്നിട്ട് സ്പ്ലിറ്റ് ആവുമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ ആർമിൽ എന്താണ് നടക്കാൻ പോണേ? ഡിഫറൻസ് ആണ് നടക്കാൻ പോണേ. മീൻസ് subtraction of the signals will happen, or we can select the difference of the signals will happen. അപ്പോൾ ബേസിക്കലി രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഫേസിൻ്റെ ആണെങ്കിൽ എന്താ അവിടെ സംഭവിക്കും? ഇങ്ങോട്ടേക്ക് സിഗ്നൽ വരത്തില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യില്ല? സിഗ്നൽ വരത്തില്ല. ആൻഡ് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? എച്ച് ആമിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ സം പോർട്ടാണ്. മീൻസ് രണ്ട് സിഗ്നലും ഇവിടെ വന്നിട്ട് സം ചെയ്യും, മീൻസ് പ്ലസ് ആവും. റൈറ്റ്? അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കൂടെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. റൈറ്റ്? അതാണ് ഇവർ ഇതിൽ കൂടെ ഉദ്ദേശിച്ചത്. വിച്ച് വിൽ ബി ദ അഡിറ്റീവ് ഓഫ് ബോത്ത് പോർട്ട് 1 and 2. പോർട്ട് 1ലെയും 2ലെയും സിഗ്നലിൻ്റെ അഡിറ്റീവ് സം ആയിരിക്കും നമ്മുടെ എവിടെ നിന്ന് കിട്ടുക? പോർട്ട് 3ൽ നിന്ന് കിട്ടുക. ക്ലിയർ ആയാലോ? ഇനി അടുത്താണ്, ഇഫ് എ സിഗ്നൽ ഈസ് സെൻഡ് ടു പോർട്ട് 4, then the power is divided between port 1 and port 2 equally, but in opposite phase. ഇത് ഓർത്ത് വയ്ക്കുക. നമ്മൾ പോർട്ട് 4ൽ കൂടെ ഞാൻ ഒരു സിഗ്നൽ കൊടുക്കുവാണെങ്കിൽ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പോർട്ട് 4ൽ കൂടെ ഞാൻ ഒരു സിഗ്നൽ പാസ് ചെയ്യാണ്. ഓക്കെ, പോർട്ട് 4ൽ കൂടെ ഞാൻ ഒരു സിഗ്നൽ പാസ് ചെയ്യുകയാണെങ്കിൽ അത് പോർട്ട് 1ലൂടെയും പോർട്ട് 2യിലൂടെയും അതിൻ്റെ പവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ബട്ട് there would be no output at port 3. ഓക്കെ, പോർട്ട് 3ൽ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഓർത്ത് വയ്ക്കാം. ഞാൻ ഫോർത്ത് പോർട്ടിൽ കൂടെ, മീൻസ് എൻ്റെ ഈ ആർമിൽ കൂടെ ഞാൻ ഒരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ആ സിഗ്നലിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് 1ഉം 2ലും ഈക്വലി ഡിവൈഡ് ചെയ്യും. റൈറ്റ്? ബട്ട് ദാറ്റ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഫേസ്. അത് ഓർത്ത് വയ്ക്കാം. പോർട്ട് 1ലും 2ലും അത് ഈക്വലി ഡിവൈഡ് ആവും അതിൻ്റെ പവർ, ബട്ട് ഇറ്റ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഫേസ്. അപ്പോൾ ഒരു സംഭവം ഈക്വലി രണ്ട് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സൈഡിലേക്ക് അതിന് പോകാൻ വേണ്ടിയിട്ടില്ല. മീൻസ് ഇപ്പം ഇതാണ് എൻ്റെ ടി എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു സിഗ്നൽ കൊടുത്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ എന്നുള്ളൊരു സിഗ്നൽ ഞാൻ കൊടുത്തു. അത് ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങോട്ടേക്കും അത് ഡിവൈഡായിപ്പോയി. അപ്പോൾ ഇവിടെ A/2ഉം ഇവിടേക്ക് -A/2ഉം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പിന്നെ പോകാൻ സിഗ്നൽ ഉണ്ടോ? ഇല്ല. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. മീൻസ് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പവർ ഡിസ്ട്രിബ്യൂട്ട് ആണ്, എൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബട്ട് ഫേസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്താ? മൈനസ് ആയിരിക്കും. അതാണ് അവർ ഇവിടെ ഉദ്ദേശിച്ചത്. മീൻസ് പോർട്ട് 3ലേക്ക് ഇതാണ് എൻ്റെ പോർട്ട് 3, ഇതാണ് എൻ്റെ പോർട്ട് 2, ഇതാണ് എൻ്റെ പോർട്ട് 1, ഇതാണ് എൻ്റെ പോർട്ട് 2. ഓക്കെ, പോർട്ട് 1ൽ കൂടെ ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് 4ൽ കൂടെ ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് 1ഉം 2ലേക്കും അതിൻ്റെ പവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പോർട്ട് 3യിലൂടെ ഒരു സിഗ്നലും പാസ് ചെയ്യത്തില്ല, മീൻസ് ഔട്ട്പുട്ട് വരത്തില്ല. ഓക്കെ, സോ ഇൻ ദാറ്റ് കണ്ടീഷൻ S34 വിൽ ബി ഈക്വൽ ടു 0. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ്, ഇഫ് എ സിഗ്നൽ ഈസ് ഫെഡ് അറ്റ് വൺ ഓഫ് ദ കോലീനിയർ പോർട്ട്. മീൻസ് കോലീനിയർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് 1ഉം പോർട്ട് 2. ഓക്കെ, അതാണ് നമ്മുടെ കോലീനിയർ പോർട്ട്സ്. അപ്പോൾ കോലീനിയർ പോർട്ട്സിൻ്റെ ഏതെങ്കിലും ഒരു പോർട്ടിൽ കൂടെ നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 1ൽ കൂടെ മാത്രം ഞാൻ സിഗ്നൽ പാസ് ചെയ്യണം. ദെൻ ദർ ഈസ് നോ ഔട്ട്പുട്ട് അറ്റ് ദ അതർ കോലീനിയർ പോർട്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഞാൻ ഇവിടെ ഡയഗ്രാമിൽ കൂടെ കാണിക്കാം. ഞാൻ പോർട്ട് 1ൽ കൂടെ മാത്രം സിഗ്നൽ പാസ് ചെയ്തോളൂ. ഇത്ര നേരം നമ്മൾ എന്ത് ചെയ്തു? പോർട്ട് 1ലും 2യിലൂടെയും നമ്മൾ സിഗ്നൽ പാസ് ചെയ്തു. പക്ഷേ ഈ കേസിൽ ഞാൻ പോർട്ട് 1ൽ മാത്രം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സിഗ്നൽ പാസ് ചെയ്യും. അങ്ങനത്തെ ഒരു കേസിൽ പോർട്ട് 1ലൂടെ ആ സിഗ്നൽ പാസ്സായി കഴിഞ്ഞാൽ അത് പോർട്ട് 2ൽ നിന്ന് വരത്തില്ല. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ട് പോർട്ട് 2ൻ്റെ അവിടെ നിന്ന് വരത്തില്ല. ആസ് അതിൻ്റെ റീസൺ ആണ്, ഈ ആം പ്രൊഡ്യൂസസ് എ ഫേസ് ഡിലേ ആൻഡ് എച്ച് ആം പ്രൊഡ്യൂസസ് എ ഫേസ് അഡ്വാൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസും സമ്മും ആണ് ഇവർ പറയുന്നത്. ഈ ആം എന്ത് ചെയ്യും? ഒരു ഫേസ് ഡിലേ പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് എച്ച് ആം എന്ത് ചെയ്യും? ഒരു ഫേസ് അഡ്വാൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ ഒരു കണ്ടീഷൻ അന്നേരം
അവിടെ നടക്കും. ദാറ്റ് ഈസ് S12. S12 എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് എൻ്റെ ഇൻപുട്ട്. അപ്പോൾ 2ൽ നിന്ന് ഞാൻ ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് എടുത്തു 1ൽ കൂടെ. ഓക്കെ, അപ്പോൾ അന്നേരം എന്തായിരിക്കും? അത് 0 ആയിരിക്കും. കാരണം എന്താണ്? ഞാൻ ഒറ്റ ഒരു പോർട്ടിൽ കൂടെ മാത്രമേ ഞാൻ എന്ത് കൊടുത്തു? എൻ്റെ സിഗ്നൽ കൊടുത്തുള്ളൂ. ഓക്കെ, പോർട്ട് 1ഉം 2 എന്താണ്? കോലീനിയർ പോർട്ട്സ് ആണ്. നമ്മുടെ റെക്ടാങ്കുലർ വേവ് ഗൈഡിൻ്റെ 2 പോർട്ട്സ് ആണ്. ഓക്കെ, അപ്പം ഞാൻ അതിൽ ഒറ്റ ഒരു പോർട്ടിൽ കൂടെ മാത്രമേ ഞാൻ സിഗ്നൽ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ പോർട്ടിൽ കൂടെ വരാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. സെയിം കണ്ടീഷൻ S21 എന്ന് പറയുമ്പോൾ ഞാൻ 1ൽ എന്ത് കൊടുത്തു? എൻ്റെ സിഗ്നൽ കൊടുത്തു, ആൻഡ് 2ൽ കൂടെ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 0. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കോലിനിയർ പോർട്ട്സിൽ ഏതെങ്കിലും ഒറ്റ ഒരു പോർട്ടിൽ മാത്രം നിങ്ങൾ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ സെക്കൻഡ് പോർട്ട് മീൻസ് നമ്മുടെ സെക്കൻഡ് കോലിനിയർ പോർട്ടിൽ നിന്ന് എന്തുണ്ടാവും? ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല. ക്ലിയർ ആയോ? അതിൻ്റെ റീസൺ എന്താ? ഈ ആം ഒരു ഫേസ് ഡിലേ അവിടെ ഉണ്ടാക്കും. അതിൻ്റെ ഒപ്പം തന്നെ എച്ച് ആം എന്ത് ചെയ്യും? ഒരു ഫേസ് അഡ്വാൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആയാലോ? ഇനി ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇഫ് എ സിഗ്നൽ ഈസ് ഫെഡ് ടു പോർട്ട് 3, then the power is divided between port 1 and 2 equally. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ എന്താ പറഞ്ഞ്? പോർട്ട് 4ൽ കൂടെയാണ് സിഗ്നൽ വന്നത്. ഈ ഒരു ഡയഗ്രാം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതാണ് എൻ്റെ പോർട്ട് 4, സോറി പോർട്ട് 3. ഇതാണ് എൻ്റെ പോർട്ട് 2, ഇതാണ് 1 ആൻഡ് ഇതാണ് 4. നേരത്തെ കേസിൽ ഞാൻ 4ൽ കൂടെയാണ് സിഗ്നൽ കൊടുത്തത്. 4ൽ കൂടെ മാത്രമേ ഞാൻ സിഗ്നൽ കൊടുത്തപ്പോൾ എന്തുണ്ടായി? 1ലും 2ലും സിഗ്നൽ വന്നു, വിച്ച് വാസ് എന്തായിരുന്നു? അത് ഔട്ട് ഓഫ് ഫേസ്, ഓർ വി ക്യാൻ സേ ലൈക്ക് ദർ വാസ് എ ഡിഫറൻസ് ഇൻ ദ ഫേസ്. ഓക്കെ, ഇത് A/2 ആണെങ്കിൽ ഇതെന്തായിരുന്നു? -A/2. ഈ കേസിൽ ഞാൻ 3 കൂടെയാണ് ഞാൻ സിഗ്നൽ കൊടുക്കണം. മീൻസ് എൻ്റെ എച്ച് ആമിൽ കൂടെയാണ് ഞാൻ സിഗ്നൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താവും? 1ലും 2ലും അത് ഈക്വലി ഡിവൈഡ് ചെയ്യാം. ബട്ട് 1ലും 2ലും അത് ഈക്വലി ഡിവൈഡ് ആവും. ബട്ട് പോർട്ട് 4ൽ കൂടെ അവിടെ ഔട്ട്പുട്ട് എന്ത് ഉണ്ടാവും? ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? S43. ഓക്കെ, ദാറ്റ് മീൻസ് 3 കൂടെ ഞാൻ ഇൻപുട്ട് കൊടുത്തു, 4ൽ കൂടെ ഔട്ട്പുട്ട് കിട്ടി. ദാറ്റ് ഈസ് 0. അപ്പോൾ S43 ഈസ് ഗോയിങ് ടു ബി 0. ക്ലിയർ ആയോ? ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മാജിക് ടീനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കംപ്ലീറ്റ് സംഭവം എഴുതണം. ക്ലിയർ? ഇനി അടുത്താണ് എസ് മെട്രിക്സ് ഓഫ് മാജിക് ട്രീ. ഇതൊരു നല്ലൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇതിൻ്റെ ലെങ്ത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ നമുക്കറിയാം എസ് മെട്രിക്സ് എങ്ങനെ എഴുതണ്ടേ. എസ് മെട്രിക്സ് ഞാൻ ഫസ്റ്റ് ലെക്ചറിൽ പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ബൈ എൻ മെട്രിക്സ്. ഓക്കെ, ആൻഡ് ഇവിടെ എൻ എത്രയാണ്? എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടിൻ്റെ എണ്ണാണ്. അപ്പോൾ ഇവിടെ എത്ര പോർട്ട് ഉണ്ട്? നമുക്ക് ടോട്ടൽ 4 പോർട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എസ് മെട്രിക്സ് എന്തായിരിക്കും? ഒരു 4/4 മെട്രിക്സ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ 4/4 മെട്രിക്സിൻ്റെ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് എലമെൻറ്റ്സ് ഇങ്ങനെ എഴുതാം. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, S11, S12, S13 എന്ന് കംപ്ലീറ്റ് S44 വരെ നിങ്ങൾ എഴുതാം. ക്ലിയർ ആയോ? ഇനിയാണ് ഇതിൽ നമ്മൾ പഠിച്ച ഓരോ സംഭവങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണേ. നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പഠിച്ചു എസ് മെട്രിക്സിൻ്റെ കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെയാണ് നമ്മൾ എച്ച് പ്ലെയിൻ ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞു എച്ച് പ്ലെയിൻ ടി വരുമ്പോൾ അവിടെ അത് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ആസ് വെൽ ആസ് ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ദർ വിൽ ബി നോ ഡിഫറൻസ് ഇൻ ദ ഫേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ്, റൈറ്റ്? So S23 equal to S13. Okay, S23 will be equal to S13. ക്ലിയർ ആയോ? ഇനി ഈ പ്ലെയിൻ കാരണം, ഓക്കെ, ഈ പ്ലെയിൻ കാരണം അവിടെ നോക്കി എന്താ നടക്കാൻ പോണേ? ഞാൻ പറഞ്ഞു രണ്ടും ഒരു സൈഡിൽ A/2 ആണ് കിട്ടുകയാണെങ്കിൽ മറ്റേ സൈഡിൽ എന്തായിരിക്കും കിട്ടുക? -A/2. അപ്പോൾ ഈ പ്ലെയിൻ കാരണം S24 will be equal to minus of S14. ഓക്കെ, S24 will be equal to minus of S14. ഓക്കെ, മീൻസ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ S24, അതിൻ്റെ വാല്യൂ നമുക്ക് എന്താക്കി എടുക്കാം? മൈനസ് ഓഫ് S14. ആൻഡ് S23 ഉണ്ടല്ലോ, S23യുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? S13 ആയിട്ട് എടുക്കാം. ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ നോക്കിയാൽ പോർട്ട് 3യും പോർട്ട് 4 ഐസൊലേറ്റഡ് ആണ്. ഓക്കെ, പോർട്ട് 3യും 4ഉം ഐസൊലേറ്റഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല. മീൻസ് ഞാൻ 4th പോർട്ടിൽ കൂടെ സിഗ്നൽ കൊടുത്തു, 3rd പോർട്ടിൽ കൂടെ ഞാൻ ഔട്ട്പുട്ട് എടുക്കാൻ നോക്കി, ബട്ട് ഐസൊലേറ്റഡ് ആയ കാരണം അവിടെ എന്തുണ്ടാവില്ല? ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല, റൈറ്റ്? സോ 3, 4 എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാ? ഇതാണ് 3, 4, ഇതാണ് 4, 3.
അപ്പോൾ ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി അടുത്ത് നോക്കിയേ, ഫ്രം സിമെട്രിക് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു എസ് മെട്രിക്സിൽ എന്താണ്? എസ് ഐ ജെ വിൽ ബി ഈക്വൽ ടു, ഓക്കെ, എസ് ഐ ജെ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? എസ് ജെ ഐ. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക, നമ്മുടെ എസ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നോക്കിയേ, എസ് 12 വിൽ ബി ഈക്വൽ ടു എസ് 21, എസ് 13 വിൽ ബി ഈക്വൽ ടു എസ് 31, എസ് 14 വിൽ ബി ഈക്വൽ ടു എസ് 41, എസ് 23 വിൽ ബി ഈക്വൽ ടു എസ് 32, S34 will be equal to S43 and S24 will be equal to S42. ക്ലിയർ ആയോ? അതിനെ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഇഫ് പോർട്ട് 3 ആൻഡ് പോർട്ട് 4 ആർ പെർഫെക്റ്റ്ലി മാച്ച്ഡ്, ഓക്കെ, രണ്ടും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? S33യും S44ഉം എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പറഞ്ഞു പെർഫെക്റ്റ്ലി മാച്ച്ഡ് കണ്ടീഷൻ എപ്പോഴാണ്? S33 S44 ഓർ വി ക്യാൻ സേ ലൈക്ക് S11 S22. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ നടക്കണേ? S3യും S4ഉം ഐ മീൻ തേർഡ് ആൻഡ് ഫോർത്ത് പോർട്ട് ആർ പെർഫെക്റ്റ്ലി മാച്ച്ഡ്. അങ്ങനത്തെ കേസിൽ എന്താ? S33 വിൽ ബി ഈക്വൽ ടു S44 ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 0. അപ്പോൾ അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇത്. നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്താ നോക്കി, ഇവിടുത്തെ വാല്യൂസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ആൻഡ് ഇവിടെ സീറോസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എസ് മെട്രിക്സിൻ്റെ അടുത്ത പ്രോപ്പർട്ടി പഠിച്ചതാണ് യൂണിറ്ററി പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് എസ് മെട്രിക്സ് ഇൻറ്റു കോൺജുഗേറ്റ് ഓഫ് എസ് മെട്രിക്സ് വിൽ ബി ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കണേ. ഈ ഒരു മെട്രിക്സിനെ ഇവിടെ എഴുതുക. ദാറ്റ് മീൻസ് ഇതാണ് ഇപ്പോഴും നമ്മുടെ എസ് മെട്രിക്സ്. നേരത്തെ ഈ ഒരു എസ് മെട്രിക്സ് എഴുതി വെക്കരുത്, ഇതാണ് നമ്മുടെ എസ് മെട്രിക്സ് ഇപ്പം. അപ്പോൾ അത് ഇൻറ്റു അതിൻ്റെ കോൺജുഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും ഓഫ് ഓർഡർ 4/4. ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇതാണ് ആ സംഭവം. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കേണ്ട 4 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ R1C1, ഓക്കെ, R1C1, R2C2, ഓക്കെ, R3C3 ആൻഡ് R4C4. ഓക്കെ, ഈ 4 പാരാമീറ്റേഴ്സ് ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഓക്കെ, R1C1. ഓക്കെ, അപ്പോൾ നോക്കിയേ, R1C1 എന്തായിരിക്കും അത് എഴുതുക. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടെ പറയാം. R1C1, ഓക്കെ, ഇൻറ്റു R1C1 ഈക്വൽ ടു ഇതിൻ്റെ R1ൽ എന്താ 1, ഇതിൻ്റെ C1ൽ എന്താ ഉള്ളത് 1. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി, മീൻസ് ഇതിൻ്റെ റോയും കോളവും ഇതിൻ്റെ റോവും കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ S11 സ്ക്വയർ പ്ലസ് S12 സ്ക്വയർ പ്ലസ് S13 സ്ക്വയർ പ്ലസ് S14 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 1. അതുപോലെ തന്നെ R2C2, ഓക്കെ, മീൻസ് R2C2 അത് നിങ്ങൾ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി R3C3 നോക്കിയേ, ഇതെൻ്റെ കോളവും ഇതെൻ്റെ റോയും ആട്ടോ. ഞാൻ പറഞ്ഞെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് കോളം, ഇത് റോയാണ്. ഓക്കെ, ഇനി R3C3 നോക്കിയേ, R3 എന്ന് പറയുമ്പോൾ ഇതാണ്, C3യോ ഇത്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? S13 ഇൻറ്റു S13, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി S13 ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ R3 ഇതാണ്, C3 ഇതാണ്, വിച്ച് ഈസ് വാട്ട്? 0. സോറി ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, S13 ഇൻറ്റു S13, ഓക്കെ, ദാറ്റ് ഈസ് നമുക്കിങ്ങനെ എഴുതാം. അപ്പോൾ അതെന്തായിരിക്കും? 2S13 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ S13 എനിക്ക് എന്തായിട്ട് കിട്ടും? 1/√2. നിങ്ങൾ R4C4 എടുത്തു കഴിഞ്ഞാൽ സെയിം സംഭവമായിരിക്കും കിട്ടുക. സോ നോക്കിയേ, നമുക്ക് ഔട്ട്പുട്ടും സെയിം ആയിട്ട് കിട്ടും, റൈറ്റ്? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? R1ഉം C1നെയും കമ്പയർ ചെയ്യാം. ഓക്കെ, R1ഉം C1നെയും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ക്യാൻസൽ ഔട്ട് ആയി പോകും, ആ എലിമെൻറ്റ്സ് ക്യാൻസൽ ഔട്ട് ആയി പോകും. ഓക്കെ, നോക്കിയേ, S12 ക്യാൻസൽ ഔട്ട് ആയി, S13 ക്യാൻസൽ ഔട്ട് ആയി പോയി, S14 ആൻഡ് S14 ക്യാൻസൽ ഔട്ട് ആയി. എന്ത് ബാക്കിയുണ്ട്? S22ഉം S11ഉം ആണ് ബാക്കി. സോ കണ്ടില്ലേ, വാട്ട് യു ഗെറ്റ്? S11 ഈക്വൽ ടു എന്ത് കിട്ടി? S22. ക്ലിയർ ആയോ? ഇനി അടുത്ത് നോക്കിയേ, ഇഫ് പോർട്ട് 3 ആൻഡ് 4 ആർ പെർഫെക്റ്റ്ലി മാച്ച്ഡ്. നമ്മളിവിടെ കണ്ടു പോർട്ട് 3ഉം 4ഉം പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണെങ്കിൽ എന്താ?
3 3 ഈക്വൽ ടു S4 4, റൈറ്റ്. അപ്പോൾ ഞാൻ ഇക്വേഷൻ 3ഉം 4നെ ഞാൻ എന്തിൽ ഇട്ടു? 1ലേക്ക് ഇട്ടു. സോ നോക്കിയേ, S11 സ്ക്വയർ പ്ലസ് S12 സ്ക്വയർ ഈക്വൽ ടു 0, റൈറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? S11 ഈക്വൽ ടു S12, ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ, ഈക്വൽ ടു 0. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു S11 എന്തിന് ഈക്വൽ ആണ്? S11 ഈസ് ഈക്വൽ ടു S22, റൈറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി S22 എന്തിന് ഈക്വൽ ആയിരിക്കും? S12ന് ഈക്വൽ ആയിരിക്കും. സോ ദീസ് ബോത്ത് വിൽ ബി മീൻസ് ദീസ് 3 വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഫൈനലി നമുക്കൊരു എസ് മെട്രിക്സ് കിട്ടണത് ഈ ഒരു വേയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓർത്ത് വയ്ക്കുക, റൈറ്റ്. സി, ഇതിൽ ഓർത്ത് വയ്ക്കാനുള്ള സിമ്പിൾ ടെക്നിക്കാണ്. ഈ 4 എലമെൻറ്റ്സും സെയിം ആണ്, റൈറ്റ്. ഈ 4 എലമെൻറ്റ്സും എന്താണ്? സെയിം ആണ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം. ഓക്കെ.